80 ബില്യൺ ന്യൂറോൺസും 100 ട്രില്യൺ കണക്ഷൻസും ഉള്ള ഒരു മാസീവ് സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിൻ. ഇമോഷൻ്റെ ഒരു ബേസ് ലൈൻ ഉണ്ടാവും. ഈ ബേസ് ലൈനിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഗ്രാഫ് പറയുന്ന പോലെ സന്തോഷം മുകളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ താഴത്തേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പോൾ ഈ ബേസ് ലൈൻ സ്റ്റേബിൾ ആയിരിക്കില്ല. എപ്പോഴും ഈ ഫീലിങ്സ് ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പാണ് സർവൈവ് ചെയ്ത് വന്നത്. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതെ അതെ. അപ്പൊ 2 സൈഗോട്സ് ആകുമ്പോൾ അതിന്റെ ജനറ്റിക്സ് 50% വരുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളുടെ ചെറുപ്പത്തില്, നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ചത്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സൈക്കിൾ വാങ്ങിച്ചത്, പ്രത്യേകിച്ച് നമ്മുടെ 90s കിഡ്സിന്. സൈക്കിൾ വാങ്ങിച്ച ദിവസമൊക്കെ നമ്മൾ അതൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല. നമ്മുടെ വീടിന്റെ ചുറ്റുകൂടിയും പറമ്പ് കൂടെയൊക്കെ ഓടിച്ച് ഒരുപാട് നടന്ന് രാത്രി ബെഡിലേക്ക് വരെ കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കും. സൈക്കിളിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ വലുതായിട്ട് ഒരു പുതിയ ബൈക്കോ ഒരു പുതിയ കാറൊക്കെ വാങ്ങിച്ചാലും. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഹിമാലയൻ വാങ്ങിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നിട്ട് ഹിമാലയൻ വാങ്ങിച്ചതുകൊണ്ട് ട്രിപ്പ് പോവുക. അപ്പം ഇതുപോലെ കാറ് വാങ്ങിച്ച ആൾക്കാരും ജോലി കഴിഞ്ഞിട്ട് വേറെ റൂട്ടൊക്കെ എടുത്ത് ലോങ് ഒക്കെ പോയി വീട്ടിലേക്ക് വരാൻ നോക്കും. അത്രയും നേരം ആ കാറിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി. നമ്മളിവിടെ പറഞ്ഞ സൈക്കിൾ വാങ്ങിച്ച എക്സാമ്പിളും നമ്മൾ ജോലി കിട്ടിയിട്ട് കാറോ ബൈക്കോ വാങ്ങിച്ച എക്സാമ്പിൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ത്രില്ല് ഉണ്ടാവില്ല. നമ്മൾ സൈക്കിൾ വാങ്ങിച്ചിട്ട് 1 വർഷം കഴിയുമ്പോൾ സൈക്കിള് കിട്ടിയ ദിവസത്തെ അതേ ഫീലിംഗും എക്സ്പീരിയൻസും ആണോ നമുക്ക് ഉണ്ടാവുക? അതൊരിക്കലും ഉണ്ടാവില്ല. നമുക്ക് അതിനോടുള്ള എക്സൈറ്റ്മെന്റ് കുറയും. ഇതുപോലെയാണ് ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ എക്സാമ്പിൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെയാണ് ഹാർഡ്ഷിപ്പുകളും. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ജോലി പോവുക അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുക, ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും നമ്മൾ പിന്നെയും 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഹാപ്പിനെസ് ബേസ് ലൈനിലേക്ക് തിരിച്ചു വരും. ഈ ഒരു ഫിനോമിനെയാണ് ഹീഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുക. ഹീഡോണിക് ട്രെഡ്മിൽ, കിടക്കാച്ചി പേരൊക്കെയാണ്. ട്രെഡ്മില്ലൊക്കെ ഉണ്ട്. എന്താണ് ഈ ട്രെഡ്മിൽ എന്നൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ആക്ച്വലി 1971 ഹ്യൂമൻ സൈക്കോളജി പഠിച്ച 2 സയന്റിസ്റ്റുകളാണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫിലിപ്പ് ബ്രിക്മാനും ഡൊണാൾഡ് ക്യാമ്പബെല്ലും 1971. അവര് ഈ ഒരു ഫിനോമിനെ, ഹിഡോണിക് ട്രെഡ്മില്ലിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്നുണ്ടെങ്കിൽ, വി ചേസ് ഫോർ പ്ലഷർ എന്നാണ് പറഞ്ഞത്. ഒരു സൈക്കിൾ പോലെ ആദ്യം നമ്മൾ ഒരു പ്ലഷറിന് വേണ്ടി ചേസ് ചെയ്യും, ആ പ്ലഷർ അച്ചീവ് ചെയ്യും, അതുമായിട്ട് അഡാപ്റ്റ് ആവും, പിന്നെ വി ക്രേവ് ഫോർ മോർ, അടുത്ത പ്ലഷറിന് ചേസ് ചെയ്യും. അപ്പൊ ഈ പ്ലഷറിനെ ചേസ് ചെയ്യുക, അഡാപ്റ്റ് ആവുക, അടുത്ത പ്ലഷർ ചേസ് ചെയ്യുക, ഇതിങ്ങനെ വട്ടത്തിൽ സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. ഇതാണ് ഈ ഹിഡോണിക് ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മൾ ചേസ് ചെയ്ത് അച്ചീവ് ചെയ്ത എല്ലാ സംഭവങ്ങൾക്കും, ഇപ്പൊ സൈക്കിൾ വാങ്ങിക്കുന്നതായിക്കോട്ടെ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് പ്രപ്പോസ് ചെയ്ത് ആ കുട്ടി ഓക്കെ പറഞ്ഞ് റിലേഷൻഷിപ്പിലായാൽ, ഡു യു റിയലി തിങ്ക് ആ റിലേഷൻഷിപ്പിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു കിക്ക് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ഉണ്ടാവുമോ? കുറവായിരിക്കും. ദിസ് ഇസ് ഹിഡോണിക് ട്രെഡ്മിൽ. ഇതൊരു പ്രോബ്ലം ഒന്നുമല്ല. ഇത് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ വരുന്നതോ അല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്നോളജ് ചെയ്യാത്തൊന്നുമല്ല. ഇതൊരു ബേസിക് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഇത് എവല്യൂഷനായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. എവല്യൂഷൻ വഴിയാണ് മനുഷ്യന്മാർ ഇങ്ങനെ ഒരു സൈക്കോളജി അഡാപ്റ്റ് ചെയ്തെടുത്തത്. അതെങ്ങനെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവലിനെ പറ്റി സംസാരിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് എ. ഇവര് ഒരുപാട് നടന്ന് വേട്ടയാടി ഒരു അനിമലിനെ കീഴടക്കി അവരുടെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ട ഫുഡൊക്കെ അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ആ ഗ്രൂപ്പ് റിവാർഡ് അച്ചീവ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരത്തേക്ക് ആ സന്തോഷം നിലനിൽക്കുന്ന രീതിയിലാണ് ബ്രെയിൻ വർക്ക് ചെയ്തതെന്ന് സങ്കല്പിക്കാം. അതാണ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ഹണ്ട് ചെയ്തു, അനിമലിനെ കിട്ടി, മരങ്ങളിൽ നിന്ന് കുറെ ഫ്രൂട്ട്സ് കിട്ടി, അവർ ഹാപ്പിയായി ഫുഡ് കഴിച്ചു. എന്നിട്ട് അവർക്കൊരു തോട്ട് വന്നു, ഇപ്പൊ വിശപ്പ് മാറി, പക്ഷെ വീണ്ടും നമുക്ക് ആ വിശപ്പ് എന്നുള്ള ഫീലിംഗ് വരും. അപ്പൊ ഈ ഇപ്പൊ തോന്നുന്ന ഹാപ്പിനെസ് ഒരുപാട് നേരത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ബി എന്ന് വിചാരിക്കുക. ഇതിൽ ഏത് ഗ്രൂപ്പായിരിക്കും കൂടുതൽ സർവൈവ് ചെയ്യാൻ സാധ്യത ഉള്ളത്? ഗ്രൂപ്പ് ബി ആയിരിക്കും. കറക്റ്റ്, ഒബ്വിയസ് ആണ്. കാരണം അവരെ മനസ്സിലാക്കി ഇപ്പൊ കിട്ടിയ ഹാപ്പിനെസ് കൊണ്ട് എവർ ലാസ്റ്റിംഗ് അല്ല, കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് എന്നുള്ള ഫീലിംഗ് വീണ്ടും വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും വേട്ടയാടാൻ പോണം, വീണ്ടും കുറെ മരങ്ങളും പഴങ്ങളും ഒക്കെ സെർച്ച് ചെയ്ത് പോണം. ആദ്യത്തെ ഗ്രൂപ്പ് സന്തോഷം കിട്ടി,
അത് ഭയങ്കര യൂഫോറിയ പോലെ ഫീൽ ചെയ്തിട്ട് ഒരുപാട് നേരം ആ ഫീലിംഗിൽ ഇരുന്നു ഹണ്ട് ചെയ്യാനൊന്നും പോയില്ല, അവർ സർവൈവ് ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണ് ഒരു ഹാപ്പി സമയത്ത് ആ ഹാപ്പിനെസ് എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നതല്ല എന്നുള്ളത് ബ്രെയിന് ടീച്ച് ആയത്. അതിനൊരു എവല്യൂഷണറി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എവല്യൂഷനിലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ മെക്കാനിസം എന്തൊരു ഹാപ്പിനെസ് സംഭവിച്ചാലും, എന്തൊരു മിസ്ഹാപ്പ് സംഭവിച്ചാലും, നെഗറ്റീവ് സംഭവിച്ചാലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്ന ആളുകൾ സർവൈവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഹാപ്പിനെസ് വന്നു, ആ ഹാപ്പിനെസ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേറെ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു എന്ന് വിചാരിക്കുക, ആ ഗ്രൂപ്പ് സർവൈവ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ദുഃഖങ്ങൾ വന്നാലും, എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചു, ആ ട്രാജഡി തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു, ആ ഗ്രൂപ്പ് സർവൈവ് ചെയ്യില്ല. എപ്പോഴും ഈ ഫീലിങ്സ് ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പാണ് സർവൈവ് ചെയ്ത് വന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിന് ഹിഡോണിക് ട്രെഡ്മിൽ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ഡെവലപ്പായി വന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ ഹിഡോണിക് ട്രെഡ്മിൽ എന്നുള്ള പേര് വന്നത്? ദാറ്റ് ഈസ് എക്സൈറ്റിംഗ്. നമ്മൾ ട്രെഡ്മില്ല് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെഡ്മില്ലിൽ ഓടാറുണ്ട്. നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ട്രെഡ്മില്ല് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നുണ്ടാവുക? നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ഓടുമ്പോഴായാലും നമ്മൾ എവിടെയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ എത്ര തന്നെ ട്രൈ ചെയ്താലും, എത്ര തന്നെ കഷ്ടപ്പെട്ട് ഹാപ്പിനെസ് സീക്ക് ചെയ്യാൻ നോക്കിയാലും, നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ഹാപ്പിനെസ്സും ഒരു ബേസ് ലൈനിൽ വന്ന് എൻഡ് ചെയ്യും, നമ്മൾ ട്രെഡ്മില്ലിൽ നിൽക്കുന്ന പൊസിഷൻ പോലെ. അതുകൊണ്ടാണ് ഇതിന് ഹിഡോണിക് ട്രെഡ്മിൽ എന്നുള്ള പേര് വന്നത്. ഈ ഹിഡോണിക് ട്രെഡ്മിൽ എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നിയെങ്കിലും ഇത് ഡിറൈവ് ചെയ്തൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഇഡോണിയ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക്, അതിൻ്റെ അർത്ഥം പ്ലഷർ എന്നാണ്. ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്നു സെയിം പൊസിഷനിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ വാക്ക് ഡിറൈവ് ആയത്. അപ്പോൾ ഹീഡോണിക് ട്രെഡ്മിൽ, ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് എത്ര സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ഒരേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുക. ഇതിനെ കണക്ട് ചെയ്തൊരു പ്രിൻസിപ്പിളാണ് ഹാപ്പിനെസ് സെറ്റ് പോയിൻറ്റ് തിയറി എന്ന് പറയും. നിനക്ക് നോർമലായിട്ട് നമുക്കൊരു സങ്കടത്തിന് അല്ലെങ്കിൽ ഇമോഷൻ്റെ ഒരു ബേസ് ലൈൻ ഉണ്ടാവും. ഈ ബേസ് ലൈൻ്റെ ഇടയിൽ നിന്ന് ഒരു ഗ്രാഫ് പറയുന്ന പോലെ സന്തോഷം മുകളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ താഴത്തേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പോൾ ഈ ബേസ് ലൈൻ സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇമോഷൻസ് മാറിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ, ഫസ്റ്റ് റീസൺ, അതായത് ബേസിക് റീസൺ എന്ന് പറയുന്നത് ജനറ്റിക് ആയിരിക്കും. അതായത് ജനിതകമായിട്ടായിരിക്കും നമുക്ക് ഈ സാധനം വരിക. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ രാകേഷിന് 2 കുട്ടികളാണ്, അത് ട്വിൻസാണ്. അപ്പോൾ അതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഈ സ്റ്റഡീസ് നടത്തിയത്, അതായത് ഈ ഞാൻ പറഞ്ഞ തിയറിയുടെ സ്റ്റഡീസ് നടത്തിയത് ഒരു ട്വിൻസാണ്, എസ്പെഷ്യലി ഐഡൻറ്റിക്കൽ ട്വിൻസിലാണ്. അവരോട് സെയിം ഹാപ്പിനെസ്സിനെ കുറിച്ച് സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇവർ രണ്ടാളുടെ ഉത്തരം സെയിം ആയിരിക്കും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ജീനിലാണ് ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ അപ്പനും അമ്മയ്ക്കും ഉള്ള എന്താണോ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് 99% അതേ ഹാപ്പിനെസ് ആയിരിക്കും ഈ കുട്ടികൾക്കുണ്ടാവുക. അത് ഈ കുട്ടികൾക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഒരേ കോമൺ കാര്യത്തിലായിരിക്കും. അതായത് ഒരേ ഫുഡ് ഇവർ കഴിക്കാൻ ആഗ്രഹിക്കും, ഒരേ സ്ഥലത്തിരിക്കാൻ ഇവർ ആഗ്രഹിക്കും. അതായത് വേറെ വേറെ വീടുകളിലോ റൂമിലോ അവർക്ക് പറ്റില്ല ഒരു സമയത്ത്. രണ്ടാൾക്ക് ഒരേ സമയത്ത് ഒരേ ആക്ടിവിറ്റി ഒരേപോലെ ചെയ്യണം. ഇതൊക്കെയായിരിക്കും അവരുടെ എക്സാമ്പിൾസ് ഉണ്ടാവുക. ഇനി നേരെ മറിച്ച് ഫ്രട്ടേണൽ ട്വിൻസ് ഉണ്ട്. അതായത് ഒരു പ്രസവത്തിൽ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവും, അല്ലെങ്കിൽ സിബ്ലിങ്സ്, നമ്മൾ സഹോദരങ്ങൾ. ഇവർക്ക് നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് 2 കുട്ടികളെന്ന് വിചാരിക്കുക. ഈ 2 കുട്ടികൾ, മൂത്ത കുട്ടി ഇളയ കുട്ടി 2 ഡീവിയേഷൻ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ ഏതെങ്കിലും ഒരാളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, അത് മാത്രമായിരിക്കും ഒരാൾക്ക് കിട്ടുക, മറ്റേ ആൾക്ക് വേറെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കോമൺ ആയിട്ട് വരികയില്ല. അതാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാർ നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ കോമഡി പറയും. ഇതിലെന്താ പോയിന്റ് അറിയോ? ഈ ഐഡന്റിക്കൽ ട്വിൻസിൽ 100% ജനറ്റിക്സ് സെയിം ആണ്. അതെങ്ങനെയാവുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്പേമും എഗ്ഗും ചേർന്ന് സൈഗോട്ട് ആവുമ്പോൾ ആ സൈഗോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് രണ്ടാവുന്നത്. ഒരു സൈഗോട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ടാണ് ഐഡന്റിക്കൽ ട്വിൻസ് വരുന്നത്. പക്ഷേ ഫ്രട്ടേണൽ ട്വിൻസ് അങ്ങനെയല്ല. ഫ്രട്ടേണൽ ട്വിൻസ് they have 2 sperms, 2 egg fused and 2 zygotes. അപ്പോൾ 2 സൈഗോട്ട്സ് ആകുമ്പോൾ അതിന്റെ ജനറ്റിക്സ് 50% വരുള്ളൂ എന്നാണ് പറയുന്നത്. 100% ജനറ്റിക്സ് ഈക്വൽ ആൻഡ് മാച്ച് ആയിരിക്കും ഐഡന്റിക്കൽ ട്വിൻസിൽ, 50% ആയിരിക്കും ഫ്രട്ടേണൽ ട്വിൻസിൽ. അതുകൊണ്ടാണ് ഫ്രട്ടേണൽ ട്വിൻസിൽ ഈ ഹിഡോണിക് ട്രെഡ്മിൽ തിയറി അപ്ലൈ ആവാത്തതും ഐഡന്റിക്കൽ ട്വിൻസിൽ അപ്ലൈ ആവുന്നതും. നീ ഈ പറഞ്ഞ സ്റ്റഡി നടത്തിയത് എങ്ങനെയാ അറിയാമോ? ഐഡന്റിക്കൽ ട്വിൻസിനെ ജനിച്ചതിന് ശേഷം 2 സെപ്പറേറ്റ് റീജിയൻസിൽ വളർത്തി, 2 സെപ്പറേറ്റ് ജോഗ്രഫിയിൽ 2 സെപ്പറേറ്റ് കണ്ടീഷൻസിൽ വളർത്തിയെടുത്തു. പക്ഷെ ഇവരുടെ ഹാപ്പിനെസ് ബേസ് ലെവൽ ഉണ്ടല്ലോ, ഇത് ആൾമോസ്റ്റ് സെയിം ആയിരുന്നു എന്നാണ് പറയുന്നത്.
ഈ ഹാപ്പിനെസ് ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ 0 to 10 ഒരു ഹാപ്പിനെസ് സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ശരി, നമുക്കിങ്ങനെ ഹാപ്പിനെസ്സിനെ ന്യൂമറിക്കലായിട്ട് നമ്പർ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഈ നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഹാപ്പിനെസ് ബേസ് ലൈൻ എന്ന് പറയുന്നത് 6 to 8 ആയിരിക്കും. 6 to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അൺഹാപ്പി ആവുമ്പോൾ ഒരു 6 വരെ പോവും, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആകുമ്പോൾ 8 വരെ പോകുന്ന ആളായിരിക്കാം. ഇത് 10 ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ചെറിയ സംഭവത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരില്ലേ. ചില ആളുകൾ 3 to 5 ആയിരിക്കാം, ഈ ബേസ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഹിഡോണിക് ട്രെഡ്മിൽ തിയറി എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ നിന്റെ ഹാപ്പിനെസ് 8 നിന്ന് 10 ആയി എന്ന് വിചാരിക്കാം. ലോട്ടറി അടിച്ചു, 8 നിന്ന് 10 ആയി, എക്സ്റ്റസി ഫീൽ ചെയ്തു. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ആ ബേസ് ലൈനിലേക്ക് ഹാപ്പിനെസ് തിരിച്ചു വരും. ആ 10 എന്നുള്ള നമ്പറിൽ നിന്ന് 8ലേക്ക് വരും. അല്ലാതെ നമുക്ക് ആ ലോട്ടറി അടിച്ച ഹാപ്പിനെസ് ജീവിതകാലം മുഴുവൻ എക്സൈറ്റ്മെന്റോടെ ഫുൾ ഫ്ലഡ്ജിൽ 10ൽ പോകാൻ പറ്റില്ല. ബിക്കോസ് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഹാപ്പിനെസിന്റെ 50% കോൺട്രിബ്യൂഷൻ ജനറ്റിക്സ് ആണ്. 10% മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സർക്കംസ്റ്റാൻസസ് റോളുള്ളൂ. ബാക്കി 40% ഇന്റൻഷനലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ, ആ പോയിന്റ് നമുക്ക് വരാം. ഇന്റൻഷനലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണ് ബാക്കി 40%. ഇതിനെയാണ് 50-10-40 റൂൾ എന്ന് പറയാം. ഇനി ചെറിയൊരു കഥ പറയാം. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ, പുള്ളിക്കാരത്തേക്ക് കിട്ടിയ സ്റ്റഡീസാണ് ട്വിൻസിനെ, അതായത് ഇതേ ഹീഡോണിക് ട്രെഡ്മിലിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ട്വിൻസിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ജീവിതം നോട്ട് ചെയ്യുക, സ്റ്റഡി പോലെ തന്നെ എഴുതി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവർ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവർ കസിൻസ് തന്നെ 2 കുട്ടികളുണ്ട്, ട്വിൻസാണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ക്യാരക്ടർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരാളെന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആ ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. മറ്റേ ആൾക്ക് അതൊന്നും പറ്റില്ല. ഇനി എനിക്ക് വലുത് വേണം എന്നുള്ള ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ഓടണം, ആദ്യം പറഞ്ഞ ലൂപ്പിൽ പെട്ട് കളിക്കുന്ന ആൾക്കാർ. ഈ രണ്ടുപേരും കൂട്ടിയിട്ട് ഈ ഡോക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും. അതായത് അവരുടെ വീട് ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ കുട്ടി, നമുക്ക് എ എന്ന് വിളിക്കാം, അവന് ഈ പോകുന്ന സമയത്തുള്ള ഈ ചെറിയ കാര്യങ്ങൾ, അതായത് നല്ല പൂമ്പാറ്റകൾ, ചെടികൾ, പൂക്കൾ, ഇതൊക്കെ കാണുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റവൻ, അതായത് ബി എന്ന് വിളിക്കാം, ആള് ഇതിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആൾ നേരെ ഒറ്റ പോക്കാണ്. അതായത് അവന് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഒരു ചെറിയ കുളം കാണും. ആ കുളത്തിൽ ഇങ്ങനെ ഈ വേറെ പൂക്കളുടെ, അതായത് മരത്തിലുള്ള പൂക്കളുടെ ഒക്കെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടാവും. അപ്പോൾ എ പറയും, ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ അവരോട് ചോദിക്കും, ബീനോട് ചോദിക്കും, നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും തോന്നണില്ലേ അത് മറ്റേ ഈ പറയുന്ന കാര്യത്തിലേക്ക്? അപ്പോൾ അവൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയും, ഇത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇതിന് നന്നായിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഹാപ്പിനെസ്സായി. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഈ ഈവനിങ്ങിൻ്റെ സീനറി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ സെയിം പോലെ എ പറയും, ഇത് അടിപൊളി വ്യൂ ആണല്ലോ, എന്ത് സന്തോഷം ഇവിടെ എന്ന് പറയും. അപ്പോഴാണ് ബി ശ്രദ്ധിക്കുക അതിലേക്ക്. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അവൻ സന്തോഷം കണ്ടെത്തുന്നു. അപ്പോൾ ഇതിൽ പോയിന്റ് ഡോക്ടർക്ക് എന്താ മനസ്സിലായെന്നുണ്ടെങ്കിൽ, രണ്ടുപേരുടെ സ്വഭാവം ഡീവിയേറ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അത് ഒരാൾ അതിലേക്ക് ശ്രദ്ധിച്ച് പോകുന്നു, മറ്റേ ആൾ ശ്രദ്ധിക്കാതെ പോയാലും അവിടെ നിന്ന് തിരിഞ്ഞ് ഇതിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റി. അത് എവിടെ നിന്ന് വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജനറ്റിക്കിലൂടെ വന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു പോയിന്റ് ഇതിൽ ഈസി ആയിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ 50-10-40 എന്ന് പറഞ്ഞില്ലേ, അതിൽ ആ 40% നമ്മൾ ചെയ്യുന്ന ഇന്റൻഷണൽ ആക്ടിവിറ്റിയാണ്. ഇന്റൻഷനലി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്നാണ് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നത്. 50% ജനറ്റിക്സ് ആണ്, 10% നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സർക്കംസ്റ്റാൻസസ് ആണ്. ലോട്ടറി അടിക്കുക, നമ്മുടെ ലൈഫിൽ സങ്കടങ്ങൾ ഉണ്ടാവുക, ബ്രേക്കപ്പ് ഉണ്ടാവുക, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻസിഡന്റ് ആണ് ഈ 10%. ബാക്കി 40% ഇന്റൻഷണൽ ആക്ടിവിറ്റിയാണ്. ഇന്റൻഷണൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഐ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ വാട്ട് ഐ ആം ടെല്ലിങ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. ആ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് കണ്ടന്റ്മെന്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുകയാണ്. ഓക്കെ, രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നമ്മൾ കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ അവൻ പേഴ്സൺ എ പേഴ്സൺ ബി, നിന്റെ സ്റ്റോറിയിലെ 2 കുട്ടികളെ തന്നെ എടുത്തോ, എ ബി എന്ന് എടുത്തോ.
കാപ്പി കുടിക്കുന്നത് ഫോണൊക്കെ നോക്കി സ്ക്രോൾ ചെയ്ത് കാപ്പി അവിടെ ഉണ്ട്, ഇടയ്ക്ക് ഓരോ സിപ്പ് കുടിക്കുന്നു, അതൊരു ശീലമായതുകൊണ്ട് സ്ക്രോളൊക്കെ ടിക്ടോക്കിൽ റീൽസോ കണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസോ കണ്ടിട്ട് നോക്കാണ്. മറ്റേ ആള് ആ കപ്പ് എടുത്ത് പുറത്തേക്കൊക്കെ വന്ന് ആ കാപ്പിയുടെ കപ്പിലെ ചൂടും നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ആ പുറത്തുള്ള ഫ്രഷ്നെസ്സും എല്ലാം ഫീൽ ചെയ്തിട്ടാണ് കാപ്പി കുടിക്കുന്നത് വിചാരിക്കുക. ഓരോ സിപ്പും കാപ്പി കുടിക്കുമ്പോൾ ആ ഫീൽ അവൻ കിട്ടുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ഇതൊരു ആക്ടിവിറ്റി മാത്രമാണ്. ഇതേപോലെ എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് മൈൻഡ്ഫുൾനെസ് കണ്ടെത്താൻ പറ്റും. പേഴ്സൺ ബി ഉണ്ടല്ലോ, ഈ ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ആള്, അവൻ്റെ ഹാപ്പിനെസ് സ്കോർ ഭയങ്കര കൂടുതലായിരിക്കും. ബിക്കോസ് ഹീ ഈസ് ടോട്ടലി ഡീപ്പ് ഡൈവിങ് ഇൻ ടു ദാറ്റ് ആക്ടിവിറ്റി. ആ ഹാപ്പിനെസ് കണ്ടെത്താൻ അവന് മൈൻഡ്ഫുൾനെസ് എന്നുള്ള ക്വാളിറ്റിയിലുകൊണ്ട് പറ്റും. സോ നമുക്ക് ഇന്റൻഷനലി നമ്മളുടെ ലൈഫിൽ ജെനറ്റിക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളബിൾ അല്ല. നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് എന്താണോ ജെനറ്റിക്സ് കിട്ടുന്നത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബാക്കി 10% സംഗതി നമ്മുടെ കൺട്രോളിലല്ല. നാളെ എനിക്ക് ലോട്ടറി അടിക്കുമോ, നാളെ എൻ്റെ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമോ, നാളെ എൻ്റെ ജോലി പോവോ, ഇതൊന്നും നമ്മുടെ കൺട്രോൾ അല്ല. പക്ഷേ ദാറ്റ് 40% ദാറ്റ് ഈസ് ഇൻ യുവർ കൺട്രോൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് മൈൻഡ്ഫുൾനെസ്. ഇപ്പോൾ ഇന്റൻഷണൽ ആക്ടിവിറ്റീസ് 40% ആണ് നമ്മൾ പറഞ്ഞു. അത് മൈൻഡ്ഫുൾനെസ്സിലൂടെയാണ് നമുക്ക് ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞു. ഈ 50% ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ പെർസെൻറ്റേജ് നമ്മുടെ ഹാപ്പിനെസ് കണ്ടുകൊണ്ട് ജെനറ്റിക്സ് ആണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അച്ഛൻ്റെയും അമ്മയുടെയും എന്ത് ക്വാളിറ്റീസ് ആണ് നമുക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത് ഒരു ഹാപ്പിനെസ് പെർസ്പെക്റ്റീവില്. ആദ്യത്തെ പോയിന്റ് നമ്മുടെ ബേസ് ലൈൻ, ഹാപ്പിനെസ് ബേസ് ലൈൻ മൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 വരെയുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ അത് 6 to 8 ആണോ 3 to 5 ആണോ, അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ജെനറ്റിക്സ് ആണ്. ഇപ്പൊ നമ്മളുടെ അച്ഛനോ അമ്മയോ ഇമോഷണലി കുറച്ച് അപ്ബീറ്റ് ആയിട്ടുള്ള ആൾക്കാരാന്ന് വിചാരിക്കുക, എപ്പോഴും കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നമുക്ക് മോർ പ്രോബിലിറ്റി ഉണ്ട് അത് ക്യാപ്ചർ ആവാൻ. നമ്മളുടെ ജീൻസ് അതായതുകൊണ്ട് നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എങ്ങനെ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചാൽ വെദർ ഇറ്റ് ഈസ് ഹാപ്പിനെസ് ഓർ സാഡ്നെസ്, എത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരുന്നു. ചില ആൾക്കാർക്ക് ലൈഫിൽ എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചാൽ ഒരുപാട് സമയം എടുത്തിരിക്കും റിക്കവറായി വരുന്നുണ്ടാവുക. നേരെ മറിച്ച് ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ റിക്കവറായി അവരുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ഇത് തീരുമാനിക്കുന്ന ജീൻസാണ്. നമ്മളുടെ പാരൻസ് ഇമോഷണലി റിയാക്ട് ചെയ്യുന്നത് സ്പീഡിലാണ്, ഇമോഷണലി റിയാക്ട് ചെയ്യുന്നത് ഇൻസ്റ്റന്റീനിയസ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. നമ്മളുടെ പാരൻസ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആവുന്നുണ്ടെങ്കിൽ വി ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ദാറ്റ് ക്വാളിറ്റി. മൂന്നാമതൊരു ക്വാളിറ്റി ജീൻസ് എന്ന് കിട്ടുന്നത് ഒപ്റ്റിമിസം വേഴ്സസ് പെസിമിസം ആണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഉണ്ട്, അതിൽ പകുതി വെള്ളമാണുള്ളത്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ ചിന്തിക്കും ഇതിൽ പകുതി വെള്ളം ഉണ്ടല്ലോ, ഇറ്റ്സ് ഹാഫ് ഫുൾ എന്ന് ചിന്തിക്കും. പെസിമിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ ചിന്തിക്കും ഇതിൽ പകുതിയുള്ളൂ, ഇറ്റ്സ് ഹാഫ് എംപ്റ്റി എന്ന് ചിന്തിക്കും. ഈ ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം എന്നുള്ള ക്വാളിറ്റീസ് ജീൻസ് വഴി കിട്ടുന്നതാണ്. ആ ക്വാളിറ്റീസ് 50% ഓഫ് ജീൻസ് എന്ന് പറഞ്ഞല്ലോ, അത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ആൻഡ് ഫൈനലി നാലാമത്തെ ഒരു ക്വാളിറ്റി അച്ഛൻ്റെയും അമ്മയുടെയും ജീൻസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹാപ്പിനെസ് പെർസ്പെക്റ്റീവിൽ നമ്മളുടെ സോഷ്യൽ സ്കിൽസ് ആണ്. നമ്മൾ സൊസൈറ്റിയിൽ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ അച്ഛനും അമ്മയും സോഷ്യലി കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, എല്ലാവരോടും പോയി സംസാരിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ മോർ ലൈക്ലി വി വിൽ ബി ആൾസോ സോഷ്യലി അഡാപ്റ്റബിൾ. നേരെ മറിച്ച് അച്ഛൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്, അമ്മയും കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. അവർ ആ ഒരു പെർസ്പെക്റ്റീവിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ വി ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ദാറ്റ് ക്വാളിറ്റി. ഇപ്പം ഈ എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ കാണുന്ന ആൾക്കാർ കണക്ട് ചെയ്ത് നോക്കും, ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്, ഇത് 100% കറക്റ്റ് ആണെന്നല്ല, പക്ഷെ മോർ ലൈക്ലി വി ഗെറ്റ് ദാറ്റ് ക്വാളിറ്റീസ്. ഇതിലെങ്ങനെ എക്സെപ്ഷൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കാരണമാണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എങ്ങനെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ബ്രെയിനിനെ ടീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൻ്റെ കണക്ഷൻസും ന്യൂറോൺസിലെ നെറ്റ്വർക്ക്സും മാറി നമ്മൾ ആക്ടിവിറ്റി കൂടുതൽ പഠിക്കും. എക്സാമ്പിൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബ്രെയിൻ എത്ര മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കണം. 80 ബില്യൺ ന്യൂറോൺസും 100 ട്രില്യൺ കണക്ഷൻസും ഉള്ളൊരു മാസീവ് സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിൻ. ഓക്കെ, 80 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 80 ബില്യൺ എന്ന് പറഞ്ഞാൽ 80 × 100 8000 കോടിയാണ്. 8000 കോടി ന്യൂറോൺസും 100 ട്രില്യൺ കണക്ഷൻസും ഉള്ള ഒരു മാസീവ് CPU ആണ്. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്
ഒരു അച്ഛൻ്റെയും ഒരു മോൻ്റെയും എക്സാമ്പിൾ വെച്ച് പറയാം. അച്ഛൻ്റെ ജീൻസ് കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണല്ലോ 50% അതെ 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 ഹാപ്പിനെസിന്റെ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു സങ്കല്പിക്കുക, പക്ഷെ മകൻ എക്സ്ട്രോവേർട്ട് ആയി ന്യൂറോപ്ലാസ്റ്റിക് കാരണം. അച്ഛൻ്റെ ജോലി അധികം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടാത്ത ജോലിയാന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, ആ ജീൻസ് ട്രാൻസ്ഫർ ആയി, പക്ഷെ കുട്ടി എക്സ്ട്രോവേർട്ട് ആയി. കുട്ടിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ്, ഒരു സെയിൽസ് പരിപാടിയൊക്കെയാന്ന് വിചാരിക്കുക. ഒരുപാട് ആളുകളുടെ അടുത്ത് കണ്ട് ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വേണ്ടി വരും. അപ്പൊ അവൻ ആ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ സോഷ്യലി സ്കിൽഡ് ആയാൽ മാത്രമേ അവന് സർവൈവൽ ഉള്ളൂ. ബ്രെയിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. യെസ്. അപ്പൊ ബ്രെയിനിലെ ആ ന്യൂറോൺസ് മാത്രം ആക്ടിവേറ്റ് ആവും. അപ്പൊ അവിടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യും. ആ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആവും. അങ്ങനെ ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിറ്റി കാരണം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു അച്ഛന് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മകൻ ഉണ്ടാവാം, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അച്ഛന് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള മകനും ഉണ്ടാവാം. ദാറ്റ് ഇസ് വൈ ബിക്കോസ് ഓഫ് ന്യൂറോപ്ലാസ്റ്റിറ്റി. ഒരു എക്സാമ്പിളൂടെ പറയാൻ പറ്റും, നമ്മൾ സ്ട്രോക്ക് ഉണ്ടായ ആൾക്കാരില്ലേ, സ്ട്രോക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാ? നമ്മുടെ ബ്രെയിനിലെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ സ്റ്റോപ്പ് ആകുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. അവിടുത്തെ സെൽസ് എല്ലാം ഡാമേജ് ആവും, ഡെഡ് ആവും. പക്ഷെ നമ്മൾ തെറാപ്പി കൊണ്ട് ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ടായതിനു ശേഷം സംസാരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ, പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ വീണ്ടും അത് തെറാപ്പിയിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിൽ ആ പർട്ടിക്കുലർ ന്യൂറോൺസ് ആണ് ട്രിഗർ ആവുന്നത്. ബ്രെയിനിൽ ആ പർട്ടിക്കുലർ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആവും. അപ്പോൾ ബ്രെയിനിന് ന്യൂറോപ്ലാസ്റ്റിറ്റി വർക്കായിട്ട് വീണ്ടും അയാൾക്ക് അത് കേപ്പബിൾ ആവും. സോ ഇതാണ് ഇൻറ്റൻഷണൽ ആക്ടിവിറ്റീസിൻ്റെ പവർ. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ആ ന്യൂറോൺസ് സ്ട്രോങ് ആയി ഒരു സ്ട്രോങ് ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ബിൽഡ് ആവും. ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ന്യൂറോപ്ലാസ്റ്റിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. സോ ഇത് കാണുന്ന ആളുകൾ നിങ്ങളുടെ ഹാപ്പിനെസ് വേറെ എന്തോ എവിടെയോ ആണ് എന്ന് വിചാരിച്ചിരുന്നാൽ അത് മണ്ടത്തരമാണ്. ജീൻസ് യു കനോട്ട് കൺട്രോൾ. 10% ഹാപ്പിനെസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈഫ് സർക്കംസ്റ്റാൻസസ് യു കനോട്ട് കൺട്രോൾ. വാട്ട് യു ക്യാൻ ആക്ച്വലി കൺട്രോൾ ഇസ് ദാറ്റ് 40% of your happiness completely depends on your intentional activities. മൈൻഡ്ഫുൾ ആയിട്ട് എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും സോ ഫോക്കസ്ഡ് ആ കാര്യത്തിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് ചെയ്യുക. യു വിൽ ഫീൽ എക്സൈറ്റഡ്. എത്രത്തോളം ഹാപ്പിനെസ് ഒരു ചെറിയ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടാൻ പറ്റുമെന്നുള്ളത് അന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഈ എപ്പിസോഡിന് വേണ്ടി ഈ ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഐ ഫെൽറ്റ് സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ പറയാറുണ്ട്, ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചാൽ കേൾക്കില്ല, എത്ര നേരം ഇത് ചോദിക്കുന്നു, എന്താ പറയാത്തതെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ആക്ച്വലി അതെനിക്കൊരു നെഗറ്റീവായിട്ടാണ് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ടോപ്പിക്കിനെ പഠിച്ചതിന് ശേഷം ഐ ഫീൽ മൈൻഡ്ഫുൾനെസ് ആയിരിക്കാം അത്. ആ ആക്ടിവിറ്റിയിൽ അത്രയും ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് വേറൊരാൾ വിളിക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റാത്തത്. സോ ഇപ്പോൾ ഞാൻ അതിനൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നു ഈ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം. ഇപ്പോൾ നമ്മൾ ഹീഡോണി എന്ന് പറഞ്ഞ പോലത്തെ ഒരു വാക്കാണ് യുഡൈമോണിയ. ഓക്കെ, അതും ഗ്രീക്ക് വാക്ക് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ലിവ് വെൽ, അതായത് ലൈഫ് ഓഫ് പർപ്പസ്, ഫുൾഫിൽമെൻറ്റ്, സംതൃപ്തി. അതായത് യഥാർത്ഥ സംതൃപ്തി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ടെമ്പററി ഹാപ്പിനെസ് എന്നൊക്കെ പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് യഥാർത്ഥ ഹാപ്പിനെസ്? അത് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടൊരു പോയിന്റ് പറയുന്നത് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം നിനക്കൊരു ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം വന്നു, ഭയങ്കര ആഗ്രഹം. അപ്പോൾ നിനക്ക് എന്താ, നിൻ്റെ ഒരു പൈസയുണ്ട്, നീ പോയിട്ട് കടയിൽ പോയി ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞു. അവിടെ നീ ഈ ബിരിയാണിക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് നീ ആ ഹാപ്പിനെസ് വാങ്ങുകയാണ്, മണി കൊടുത്ത് വാങ്ങിയിട്ട് നീ അത് ആസ്വദിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് ചോദിക്കാം, അപ്പോൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ സംതൃപ്തി കിട്ടുന്നുണ്ടല്ലോ എന്ന്. അത് ടെമ്പററിയാണ്, അത് നിനക്ക് സംതൃപ്തിയല്ല തരണം. വീണ്ടും നിനക്ക് വിശക്കുമ്പോൾ വീണ്ടും നീ കാശ് സന്തോഷം വാങ്ങണം. നമുക്ക് ചെറുപ്പം പോലെ ഒരു ആഗ്രഹമാണ് കാറ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ആ കാറ് നിനക്ക് വലുതായി കഴിഞ്ഞാൽ വാങ്ങിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ലോൺ എടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിനക്ക് പണക്കാരനായിട്ട് വാങ്ങിക്കാം. ഈ ലോൺ എടുത്ത് വാങ്ങിക്കുന്നത് അപ്പം നിനക്കൊരു ഹാപ്പിനെസ് കിട്ടും. അത് പുതിയതായിട്ടൊരു കാറ് വന്നു, അതിൽ നിനക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ലോൺ അടച്ച് തീർക്കണം എന്നുള്ള വിഷമം അതിന് കയറി വരികയാണ്. അപ്പോൾ നേരത്തെ ഹാപ്പിനെസ് ടെമ്പററിയാണ്, അതേപോലെ ലോണ് അടച്ച് തീരുന്ന വരെയുള്ള സങ്കടം ടെമ്പററിയാണ്. ലാസ്റ്റ് കാറ് നല്ല സ്വന്തമായി കഴിയുമ്പോൾ മാത്രമേ അത് നോർമലിലേക്ക് വരുന്നുള്ളൂ. ഇതേ സാധനം നമ്മൾ പണക്കാരനായിട്ട് കാറ് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്ത് നമ്മൾ റിച്ചായിട്ട് നമ്മളൊരു കാര്യം വാങ്ങുകയാണ്. പക്ഷേ അത് നിനക്ക് സംതൃപ്തിയാണ് തരുന്നത്. അതായത് കണ്ടൻമെൻറ്റുമാണ് സംതൃപ്തി. അതായത് നീ നിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച്
അത് ഫിക്സഡ് ആയിട്ട് വെച്ചു, ആ സന്തോഷം നിനക്ക് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ സംതൃപ്തി. എന്താണ് സംതൃപ്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ? നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ വളർത്തിയെടുത്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് റിയൽ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഓടുമ്പോഴാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഈ ടെമ്പററി ഹാപ്പിനെസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഫുൾഫിൽമെൻ്റ് ഒക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി നമ്മളതിലേക്ക് ഫുൾഫിൽമെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിഗ്രറ്റ് ഇല്ലാതെ മരിക്കാൻ പറ്റും. അതായത് നിനക്ക് ലൈഫിൽ പിന്നെ നിനക്ക് മനസ്സിലായി, അതായത് ശരിക്കുള്ള നിൻ്റെ പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്ത് അത് അച്ചീവ് ചെയ്തപ്പോൾ നിനക്ക് മനസ്സിലായി ശരിക്കുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിനക്കൊരു പോയിൻ്റ് മനസ്സിലാവുന്നത്, നമ്മൾ ലോകത്തിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പ്രോബ്ലംസ്, അതായത് ഈ ലോകത്തിലുള്ള പ്രോബ്ലംസൊക്കെ മനുഷ്യനിർമ്മിതമായ പ്രോബ്ലംസാണ്. അതെല്ലാം വെറും മിത്താണെന്നുള്ളത് 100% ആ ലെവലെത്തുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മിത്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നിൻ്റെ ഡേ ടു ഡേ ലൈഫ്, നിൻ്റെ നോർമൽ ലൈഫ് ഉണ്ടല്ലോ, നിനക്ക് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഹാപ്പിനെസ് നിനക്ക് മാറ്റാൻ പറ്റില്ല. ഈ ബേസ് ലൈനായിരിക്കും നിനക്ക് എപ്പോഴും ഉണ്ടാവുക. എന്ത് പുതിയത് വന്നാലും അല്ലെങ്കിൽ എന്ത് സങ്കടം വന്നാലും നിനക്ക് ആ മുകളിലേക്ക് താഴേക്ക് പോകുന്ന ഇമോഷൻസ് ഇല്ലേ, അത് വളരെ കുറവായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടായ സംഭവങ്ങളെ പറ്റി ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷം എത്രയായിരുന്നു, ആ സന്തോഷത്തിൻ്റെ പ്രസക്തി ഇന്ന് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കാം. നിങ്ങൾക്ക് ഒരു 2-3 വർഷം മുന്നേ സംഭവിച്ച ഒരു വലിയ ട്രാജഡി, ഹാർട്ട് ബ്രേക്ക്, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇന്ന് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി നോക്കുക. ഈ എപ്പിസോഡ് ഹാപ്പിനെസ് പ്രോജക്റ്റ്, ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഒരു ഐ ഓപ്പണർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ലൈഫിലുണ്ടാവുന്ന ടെമ്പററി ഹാപ്പിനെസ്സിനെയും ടെമ്പററി സാഡ്നെസ്സിനെയും ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായാൽ ഉറപ്പായിട്ടും ആ ബേസ് ലൈനിലേക്ക് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ബേസ് ലൈനിലേക്ക് നമ്മൾ തിരിച്ചു വരും, ഒരു തർക്കമില്ല. അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്കോ ട്രാജഡിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വീഡിയോ ചെയ്തതുപോലെ ടൈം വിൽ ഹീൽ എവറിത്തിങ്. സോ ജോബി ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ കൺട്രോളബിൾ ആയിട്ടുള്ള ഇൻറ്റൻഷണൽ ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മൾ നമ്മുടെ ലോകത്തിൽ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരു കാര്യമില്ല. അതെല്ലാം കൊണ്ട് നിങ്ങൾ കണ്ടീഷൻഡ് ആവുകയാണ്. വേറൊരാൾ കാറ് വാങ്ങിച്ചു, അപ്പം നിങ്ങളുടെ വിഷമം അവിടെ വരേണ്ട ആവശ്യമില്ല. അതിൽ നിങ്ങൾക്ക് ന്യൂട്രൽ ഫീലിംഗ് ആണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. യു സ്റ്റാർട്ട് ലുക്കിംഗ് ഇൻ ടു യുവർ ബ്രെയിൻ, ഹൗ ഇറ്റ് വർക്ക്സ്. ഇറ്റ് ഈസ് സോ ഡാം ബ്യൂട്ടിഫുൾ. സോ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു.